ഞാനൊരു കാടിന്റെ കഥ പറയാം. 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. കുടിവെള്ളം പോലും കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ ലോകത്ത്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഫ്രൂട്ട്സും കടിയും ഒക്കെ വാങ്ങിച്ച് സെറ്റായി. ഇനിയിപ്പോൾ ഇളനീര് വേണം. എല്ലാവർക്കും തെങ്ങുള്ളത് കൊണ്ട് ഇനി അത് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട. ഒരെണ്ണത്തിന് 50 രൂപയാണ്. ആ പൈസ കൂടി പടക്കം വാങ്ങിക്കാമല്ലോ എന്ന് കരുതി പോയതാ. പക്ഷേ അതാ കണക്ക്. ഞങ്ങൾ ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം നോമ്പിന് ഇളനീര് മസ്റ്റാണ്. ഞങ്ങളുടെ കവർത്തിക്കാരുടെ ഭാഷയിൽ ഷുളല എന്ന് പറയും. തെങ്ങ് കയറാൻ കിട്ടണമെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്. ഓന് 3 തെങ്ങ് കയറാം 350 രൂപയും 1 കുല തേങ്ങയും 1 ഇളനീരും 2 മുറുക്കാനുമാണ് ഓൻ്റെ ചാർജ്. നായ്ക്കുറ പരിപ്പില്ലേ, അതിന്റെ മുകളത്ത് ആ വെള്ളപ്പൊടിയുണ്ട്. അതൊക്കെ ഈ തോട്ടത്തിൽ നിന്നാണ് പറിച്ചുകൊണ്ടെന്ന് ക്ലാസ്സിൽ ഇട്ടോണ്ടിരുന്നത്. 2-3 കുട്ടികളുടെ വാപ്പാമാരായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ആ പഴയ കാലത്തിലേക്ക് പോകും. ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് 9ാമത്തെ ക്ലാസ് ടീച്ചറാ. അത് പിന്നൊരു ദിവസം പറയാം. സുഹൃത്തുക്കൾക്കൊപ്പം ഒരുമിച്ച് കൂടുക, അവരെ വിളിക്കുക, ഇതൊക്കെ സമയം കളയലല്ല, ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ സർക്കിൾ ചെറുതാണെങ്കിലും ആഴമുള്ളതായിരിക്കണം. അത് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കും. ഇപ്പോൾ പണം സമ്പാദിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഇതിനൊന്നും ആർക്കും സമയം കിട്ടാറില്ല. പണം എന്നത് ഒരു ലക്ഷ്യമാവരുത്. സമയം, ആരോഗ്യം, ബന്ധം, മനസ്സ്, ഇതൊക്കെ നേടാനുള്ള ഉപകരണം മാത്രമാണ് പണം. ഞങ്ങളുടെ ഓരോ ഒരുമിച്ച് കൂടലുകളും ആ 2005 എത്തിക്കും. സ്കൂളിൽ നിന്ന് ടൂറ് പോയ ഒരുപാട് ഓർമ്മകളും അന്ന് കൊടൈക്കൽ എടുത്ത ഫോട്ടോസിൻ്റെ ഓർമ്മകളും അതൊക്കെ അയവിറക്കും. ഞങ്ങളുടെ ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം 9 എന്നുള്ളൊരു ടൂറ് ചെറുപ്പം മുതലേ മനസ്സിനകത്തുണ്ടാവും. ആ 9ാം ക്ലാസ്സിലേക്ക് എത്താനായിട്ട് അതിന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഞങ്ങളുടെ നാട്ടിലത്തെ ഓരോ കുട്ടികളുടെ മനസ്സിലും ഇനിയും നിറം മങ്ങാത്ത ഒരുപാട് അനുഭവങ്ങളായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ. ഇത് നല്ല ബീര്യം പറഞ്ഞോണ്ട് ഇനി ഭാഗത്ത് എന്നെ കൂട്ടിടിച്ചാ ഈ തവണ വാങ്ങിച്ച പടക്കം മൊത്തം മൂഞ്ചി. ഒറ്റൊന്നും മര്യാദയ്ക്ക് പൊട്ടിയിട്ടില്ല. ഡബിൾ സൗണ്ട്. പെണ്ണുങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകില്ല, അവരടങ്ങിയിരിക്കൂലെന്ന്. ഞങ്ങളുടെ ഒപ്പം കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്തു, അടങ്ങിയിരുന്നു. അവരൊക്കെ കൂട്ടിക്കൊണ്ട് പോകണം. ആ ഒരു സ്നേഹബന്ധങ്ങൾ അവർ നമ്മളിൽ നിന്ന് കണ്ടുപഠിക്കണം. മക്കളില്ലാത്ത ആളുകൾക്ക് ഒരു മക്കളുടെ സ്നേഹം കൂടി കിട്ടുന്നില്ല.